ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ നീറ്റ് 2026 സിലബസ് ഇറങ്ങിയല്ലോ അല്ലേ? 2-3 ദിവസമായി NMC അപ്ഡേറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ വലിയ അപ്ഡേഷനും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. 2025 നീറ്റ് സിലബസ് എന്തായിരുന്നോ അത് തന്നെയാണ് 2026ലും. പ്രത്യേകിച്ച് ബയോളജിയിൽ യാതൊരു തരത്തിലുള്ള മാറ്റങ്ങളും ഇല്ല എന്ന് മാത്രമല്ല, 2025 നീറ്റിന് വന്ന ചെറിയ ചെറിയ കൺഫ്യൂസിങ് ആയിട്ടുള്ള ചെറിയ മിസ്റ്റേക്കുകൾ അതുപോലെ തന്നെ കോപ്പി ചെയ്ത് 2026 നീറ്റ് സിലബസ് ആയിട്ട് വന്നിട്ടുണ്ട് അല്ലേ? അപ്പം നിങ്ങൾ ഇതുവരെ എന്ത് സിലബസ് വെച്ചാണോ പഠിച്ചുകൊണ്ടിരുന്നത്, ഇനി അങ്ങോട്ടും റിവിഷൻ ഫേസിലും നിങ്ങൾക്ക് അത് തന്നെ ഫോളോ ചെയ്യാവുന്നതാണ്. എന്തായിരുന്നാലും ഇന്ന് നമുക്ക് ബയോളജിയുടെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കറിയാം 10 യൂണിറ്റുകളാണ് ബയോളജിയിലുള്ളത്. +1 +2 NCERT ചേർത്ത് വയ്ക്കുമ്പോൾ 10 യൂണിറ്റുകളാണ്. അപ്പോൾ +1 5 യൂണിറ്റ്, +2 5 യൂണിറ്റ്. അപ്പോൾ ആദ്യത്തെ യൂണിറ്റ് ഡൈവേഴ്സിറ്റി ഇൻ ലിവിങ് വേൾഡ്. അതിൽ തന്നെ ചെറിയൊരു കൺഫ്യൂഷൻ വരുന്നത്, ലിവിങ് വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വാട്ട് ഈസ് ലിവിങ് എന്നുള്ളത് ശരിക്കും പുതിയ NCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. നിങ്ങൾക്കറിയാലോ, പുതിയ എഡീഷൻ NCERTയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഡിലീറ്റഡാണ്, കുറച്ച് ചാപ്റ്റേഴ്സ് ഡിലീറ്റഡാണ്, ചില ചാപ്റ്ററുകളിൽ കുറച്ച് പോർഷൻസും ഡിലീറ്റഡാണ്. അപ്പോൾ അങ്ങനെ ഈ വാട്ട് ഈസ് ലിവിങ് എന്നുള്ളത് പുതിയ NCERTയിലെ ഫസ്റ്റ് പാരഗ്രാഫ്, ലിവിങ് വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഫസ്റ്റ് പാരഗ്രാഫിൻ്റെ എൻഡിങ് ആയിട്ട് വാട്ട് ഈസ് ലിവിങ് എന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ എക്സ്പ്ലനേഷൻ ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ലൈഫിൻ്റെ പ്രോപ്പർട്ടീസ്, ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്, ഡിഫൈനിങ് പ്രോപ്പർട്ടീസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ച് പ്രോപ്പർട്ടീസ് എഴുതിയിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ, മെറ്റബോളിസം, സെല്ലുലാർ ഓർഗനൈസേഷൻ, കോൺഷ്യസ്നെസ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്തിരിക്കുക. പക്ഷേ പ്രോസ്പെക്ടക്സിൽ അല്ലെങ്കിൽ സിലബസിൽ ഇവിടെ വാട്ട് ഈസ് ലിവിങ് എന്ന് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ അതും കൂടെ പഠിക്കണം. അപ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പ്യുവർ NCERTയുടെ പുറത്തൊന്നും വരില്ല, NCERT മാത്രം പഠിക്കൂ എന്നൊക്കെ പറയുമ്പോൾ അത് ശ്രദ്ധിക്കുക. NCERTയിലെ വേർഡ്സും സെനൻസുകളും മാത്രമല്ല, നമ്മൾ ഈ സിലബസും കൂടെ വെക്കണം. NCERTയിലെ കോൺസെപ്റ്റുകൾ വരുള്ളൂ, കോൺസെപ്റ്റുകൾ പുറത്തുനിന്നൊന്നും വരില്ല എന്ന് അർത്ഥമാക്കുന്നല്ല. ഇതിൽ സെയിം വേർഡ് സെയിം സെൻറ്റൻസ് തന്നെ വരും നല്ല മീൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോഴും പ്രിപ്പയർ ചെയ്യുമ്പോഴും റിവൈസ് ചെയ്യുമ്പോഴും എല്ലാം തന്നെ നമ്മൾ ഈ സിലബസും കൂടെ എടുത്ത് വയ്ക്കുക. പിന്നെ മുന്നത്തെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ആവശ്യം വരും, നേരത്തെ എഡീഷൻ ടെക്സ്റ്റ് ബുക്കിൻ്റെ ആവശ്യം വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന എൻട്രൻസിന് വേണ്ടിയിട്ടുള്ള ടീച്ചിങ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സസ് കിട്ടുമല്ലോ, ആ ക്ലാസ്സിലൊക്കെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് കൃത്യമായി അവർക്കറിയാം എന്തൊക്കെയാണ് പഠിപ്പിക്കേണ്ടത്, എന്തൊക്കെയാണ് കുട്ടികൾക്ക് 2026 വരാൻ ചാൻസ് ഉള്ളത്, ഇതെല്ലാം ഒരു എക്സ്പീരിയൻസ്ഡ് ടീച്ചറിന് നന്നായിട്ട് അറിയാമായിരിക്കും. അപ്പോൾ അവർ പഠിപ്പിച്ചു തരുന്നത് നിങ്ങൾ അതുപോലെ ഫോളോ ചെയ്യുക. ഓക്കെ, ബാക്കിയൊക്കെ ശരി. ടാക്സോണമിക് എയ്ഡ്സ് ഒന്നുമില്ല കേട്ടോ, ഇപ്പോൾ എഡീഷൻ ടെക്സ്റ്റിനകത്തുള്ള ടാക്സോണമിക് എയ്ഡ്സ് ഒന്നുമില്ല, അതിവിടെ എഴുതിയിട്ടില്ല. ഇനി ഫൈക്കിനം ക്ലാസിഫിക്കേഷൻ, ഓക്കെ, അവിടെയും നമുക്ക് വേറെ കൺഫ്യൂഷൻസ് ഒന്നും സ്റ്റാർട്ടിങ്ങിലില്ല. പക്ഷേ ഇവിടെ കണ്ടോ, ലൈക്കൻസ്, വൈറസ്, വൈറോയിഡ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്, പ്രയോൺസ് കൊടുത്തിട്ടില്ല. പ്രയോൺസ് കൊടുത്തിട്ടില്ല എന്ന് കരുതി നമ്മൾ അതൊരിക്കലും ഉപേക്ഷിച്ചിട്ട് പോകരുത്. കാര്യം പുതിയ എഡീഷൻ NCERTയിൽ ആ ഒരു പോർഷൻ ഡിലീറ്റഡ് അല്ല. പഴയതുപോലെ തന്നെ പ്രയോൺസ് ചെറിയൊരു പാരഗ്രാഫ് ഉണ്ട്. അപ്പോൾ ചെറിയൊരു പാരഗ്രാഫ് വായിച്ചു വയ്ക്കുന്നതിനൊന്നും നമുക്ക് ഒരു ബുദ്ധിമുട്ട് വിചാരിക്കേണ്ട കാര്യമില്ല. നമ്മളെപ്പോഴും സേഫർ സൈഡിൽ നിൽക്കുക, ഒരു റിസ്ക് എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ പ്രയോൺ എന്ന് പറയുന്നതും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്ത് തീർച്ചയായിട്ടും പഠിക്കണം കേട്ടോ. അതുപോലെ തന്നെ പ്ലാൻ കിങ്ഡം വരുമ്പോഴത്തേക്കും പ്ലാന്റ്സ്, ആൽഗെ, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്, ജിംനോസ്പം, ആൻജിയോസ്പേംസ് ഇല്ല കേട്ടോ. ആൻജിയോസ്പേംസ് ഡിലീറ്റഡ് ആണ്, ടെക്സ്റ്റിലും ഇല്ല, ഇവിടെയും പറയുന്നില്ല. പക്ഷേ ഓരോ പ്ലാൻ ഗ്രൂപ്പിൻ്റെയും 3 to 5 സാലിയൻ ഫീച്ചേഴ്സും അതുപോലെ അറ്റ്ലീസ്റ്റ് 2 എക്സാമ്പിൾ ഒന്ന് ആലോചിച്ച് നോക്കി. NCERTയിൽ ഓരോ പ്ലാൻ ഗ്രൂപ്പിൻ്റെയും 5-ൽ കൂടുതൽ സാലിയൻ ഫീച്ചേഴ്സുകൾ ഉണ്ടാവും ഒരു പ്ലാൻ ഗ്രൂപ്പിൽ. അതുപോലെ തന്നെ എക്സാമ്പിൾസും ഒത്തിരി കൊടുത്തിട്ടുണ്ട്, അല്ലാതെ 2-ലൊന്നും അല്ല ഒതുക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ അറ്റ്ലീസ്റ്റ് 2 എന്ന് പറയുമ്പോൾ ഇവർ ഏത് 2 എക്സാമ്പിളാണ് ഉദ്ദേശിക്കുന്നത് എന്നാലോചിച്ച് നോക്കിയേ. അപ്പോൾ തീർച്ചയായിട്ടും NCERTയിൽ പറയുന്ന എല്ലാ സാലിയൻ ഫീച്ചേഴ്സും എല്ലാ എക്സാമ്പിൾസും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം കേട്ടോ. അതുപോലെ ആനിമൽ കിങ്ഡം കുഴപ്പമില്ല, ആനിമൽ കിങ്ഡം ഒക്കെ ഇവിടെയും അതെ 3 to 5 സാലിയൻ ഫീച്ചേഴ്സ് ആൻഡ് അറ്റ്ലീസ്റ്റ് 2 എക്സാമ്പിൾ. ഇപ്പം ചില ഫൈലത്തിലൊക്കെ 2-ൽ കൂടുതൽ എക്സാമ്പിളുകളൊക്കെ NCERT തന്നെയുണ്ട്. തീർച്ചയായിട്ടും അതെല്ലാം പഠിക്കുക. അപ്പോൾ അത്രയാകുമ്പോഴത്തേക്കും നമ്മുടെ ആദ്യത്തെ യൂണിറ്റ് ലിവിങ് വേൾഡായി. ഇനി രണ്ടാമത്തെ യൂണിറ്റ് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ അനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. അവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നമുക്ക് മോർഫോളജി ഓഫ് ആൻജിയോസ്പേംസ്, അനാട്ടമി ഓഫ് ആൻജിയോസ്പേംസ്, സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ അനിമൽസ്, ഇതാണ് 3 ചാപ്റ്റേഴ്സ് ആ യൂണിറ്റിൽ വരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മോർഫോളജി ഓഫ് ഫ്ലവറിങ് പ്ലാന്റ്സിൽ
റൂട്ട്, സ്റ്റെം, ലീഫ്, ഇൻഫ്ലോറസൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, ഫ്ലവർ, ഫ്രൂട്ട് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതാ ഇവിടെ മോഡിഫിക്കേഷൻസും തുടക്കത്തിൽ എഴുതിയിട്ടുണ്ട്. പുതിയ എഡിഷൻ NCERT-യിൽ മോഡിഫിക്കേഷൻസ് ഇല്ല. സ്റ്റെം, റൂട്ട്, ലീഫ് മോഡിഫിക്കേഷൻസ് ഒന്നും പുതിയ NCERT-യിൽ ഇല്ല. പക്ഷെ തീർച്ചയായിട്ടും ഈ നമ്മുടെ സിലബസിൽ ഇത് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമ്മൾ മോഡിഫിക്കേഷൻസ് എക്സ്ട്രാ പഠിച്ചാലേ പറ്റുകയുള്ളൂ കേട്ടോ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ NCERT-യുടെ പുറത്തുനിന്ന് ഒന്നും വരില്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പുതിയ NCERT-യുടെ പുറത്തുനിന്ന് ഒന്നും വരില്ല എന്നല്ല ഉദ്ദേശിക്കുന്നത്. അവിടെ NCERT എന്ന് പറയുമ്പോൾ നമുക്ക് പഴയ NCERT-യും കൂടെ, പഴയെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ തൊട്ട് മുന്നത്തെ NCERT-യിൽ ഡിലീറ്റഡ് ആയിട്ടുള്ള ചില പോർഷൻസ് സിലബസിൽ കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഉറപ്പായിട്ട് അതും കൂടെ നിങ്ങൾ വായിക്കണം, തീർച്ചയായിട്ടും വായിക്കണം കേട്ടോ. അതൊക്കെ പഠിപ്പിച്ച് വരുമ്പോൾ അത് ഔട്ടാവൊന്നും ഇല്ലല്ലോ, ടെക്സ്റ്റിൽ ഇല്ലല്ലോ എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. നീറ്റ് ആസ്പയറൻ്റ് ആണെന്നുണ്ടെങ്കിൽ സിലബസും NCERT-യും ഒരുമിച്ച് വെച്ച് കോൺസെപ്റ്റുകൾ മനസ്സിലാക്കി വേണം പഠിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അതുപോലെ അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ പുതിയ NCERT-യിൽ ടിഷ്യൂസ് ഡിലീറ്റഡാണ്, പക്ഷേ ടിഷ്യൂ സിസ്റ്റം മുതൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ആ ടിഷ്യൂസിന് എഴുതിയിട്ടുണ്ട്. ടിഷ്യൂസിന് എഴുതിയിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ പ്രൈമറി ടിഷ്യൂസും സെക്കൻഡറി ടിഷ്യൂസും പഠിച്ചാലേ പറ്റൂ. സെക്കൻഡറി ഗ്രോത്ത് ഇവിടെ ഇല്ല, സെക്കൻഡറി ഗ്രോത്ത് പറയുന്നില്ല. നമുക്ക് പുതിയ NCERT-യിലും സെക്കൻഡറി ഗ്രോത്ത് ഇല്ല. ഓക്കെ, അതിൻ്റെ പ്രോസസ്സ് നിങ്ങൾ പഠിച്ചില്ലെങ്കിലും സെക്കൻഡറി ടിഷ്യൂസ് ഏതൊക്കെയാണ്, അതാരാ ഉണ്ടാക്കുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സെക്കൻഡറി സൈലോം സെക്കൻഡറി ഫ്ലോയോ ഉണ്ടാക്കുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇൻ്റർഫാസിക്കുലാർ കേമ്പിയം, അതുപോലെ ഇൻട്രാഫാസിക്കുലാർ കേമ്പിയം, ഇതെല്ലാം ഉറപ്പായിട്ട് നിങ്ങൾ അറിയണം. മനസ്സിലായോ? കാര്യം ടിഷ്യൂസ് എന്നൊരു വേർഡ് ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ പ്രൈമറി ടിഷ്യൂസിൽ നിന്നും സെക്കൻഡറി ടിഷ്യൂസിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പിന്നെ നമുക്ക് അതാ നോക്കിയാൽ നിങ്ങളുടെ NCERT-യിൽ പുതിയ NCERT-യിൽ ഫാമിലി സ്റ്റഡിക്ക് സൊളനേസിയാണ് കൊടുത്തിരിക്കുന്നത്. ലിലിയേസിയൊക്കെ മുന്നേ ഡിലീറ്റ് ചെയ്തു, സൊളനേസിയാണ്. പക്ഷേ ഇവിടെ നമ്മൾ സിലബസിൽ സൊളനേസി തന്നിട്ടില്ല. ബാക്കിയുള്ള മാൽവേസിയെ, ക്രൂസിഫറെ അല്ലേ, മാൽവേസിയെ, ക്രൂസിഫറെ, ലെഗുമിനോസെ, കമ്പോസിറ്റെ, ഗ്രാമിനെ എന്ന് പറയുന്ന ഫാമിലീസാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഉറപ്പായിട്ട് എക്സ്ട്രാ പഠിച്ചാലേ പറ്റുള്ളൂ. അത് നമുക്ക് പുതിയ NCERT-യിൽ ഇല്ല, പക്ഷെ പഠിക്കണം. ഇനി സൊളനേസി ഉപേക്ഷിക്കാൻ പറ്റുമോ? ഇല്ല. കാര്യം ഫ്ലവറിൻ്റെയൊക്കെ ക്യാരക്ടേഴ്സ് പറയുമ്പോൾ പലയിടത്തും സൊളനേസിയൻ മെമ്പേഴ്സാണ് എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് NCERT-യിൽ ഉള്ളതുകൊണ്ട് ജസ്റ്റ് സൊളനേസിയും കൂടെ ഒന്ന് വായിച്ചു വെച്ചേക്കുക, എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് വായിച്ചു വെച്ചേക്കുക കേട്ടോ. അതുപോലെ അനിമൽ ടിഷ്യൂസ് കുഴപ്പമില്ല. അനിമൽ ടിഷ്യൂസ് ഇതാ കണ്ടോ, കഴിഞ്ഞ 2025 സിലബസിൽ തന്നെ ഇൻസെക്റ്റ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ബ്രാക്കറ്റിൽ ഫ്രോഗ് കൊടുത്തിരുന്നു. ഇപ്പോഴും അതുപോലെ തന്നെ കോപ്പി ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇൻസെക്റ്റിൻ്റെ കാര്യങ്ങൾ പഠിക്കണോ ഫ്രോഗിൻ്റെ കാര്യങ്ങൾ പഠിക്കണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും സേഫർ സൈഡിൽ നിൽക്കുന്ന നമ്മൾ രണ്ടും പഠിക്കുക. അപ്പോൾ ഇൻസെക്റ്റ് എന്ന് പറയുമ്പോൾ കോക്രോച്ച് NCERT-യിൽ ഡിലീറ്റഡ് ആണ്, പുതിയ NCERT-യിൽ തീർച്ചയായിട്ടും അത് പഠിക്കുക, നിങ്ങൾ പഠിപ്പിച്ച് തരുന്നതാണ്. ഫ്രോഗ് പിന്നെ NCERT-യിൽ തന്നെ ഉണ്ട്. അപ്പോൾ ബ്രീഫ് അക്കൗണ്ട് ഉള്ളി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇവിടെ ഇവർ ഈ ബ്രീഫ് അക്കൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് എത്ര വരെ പോവാം, പെരിഫറലായിട്ടാണോ കുറച്ചും കൂടെ ഉള്ളിൽ പോകണോ, ഇതൊന്നും അവർ മെൻഷൻ ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോൾ കോക്രോച്ച് അല്ലെങ്കിൽ ഫ്രോഗ് എന്നൊക്കെ പറഞ്ഞ് ടീച്ചർമാർ പഠിപ്പിച്ച് തരുന്ന, ഫാക്കൽറ്റി മെമ്പേഴ്സ് പഠിപ്പിച്ച് തരുന്നത് നിങ്ങൾ എന്തായിരുന്നാലും അത്രയും നോക്കി വയ്ക്കുക. കാര്യം നമുക്ക് ഇതിനകത്തൊന്നും റിസ്ക് എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ മടി വിചാരിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ഒന്ന് കാര്യം ഉപേക്ഷിച്ചിട്ട് പോയി, നമ്മൾ സ്കിപ്പ് ചെയ്ത് പോയി, അതിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിലോ. അപ്പോൾ എന്തായാലും നമ്മൾ കോക്രോച്ച് പഠിക്കുകയാണ്, ഫ്രോഗ് പഠിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ഈ ബ്രീഫ് അക്കൗണ്ട് എന്ന് പറയുന്നതിൻ്റെ ആ ഒരു ലിമിറ്റ് നമുക്ക് അറിയില്ല. എത്ര ലിമിറ്റ് വരെ അല്ല എത്ര ഡെപ്ത് വരെ പോകാമെന്നൊന്നും നമുക്ക് അറിയത്തില്ല. അപ്പോൾ മുന്നേ ഉള്ള എഡിഷൻ NCERT-യിലൊക്കെ ഉണ്ടായിരുന്ന എല്ലാ പോയിൻറ്റ്സും നമ്മൾ പഠിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പുതിയ NCERT-യിൽ ഫ്രോഗിനെ പറ്റി എന്തൊക്കെയാണോ പറഞ്ഞിരിക്കുന്നത് അതെല്ലാം പഠിക്കുന്നത് തന്നെയായിരിക്കും നല്ലത് അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ 2ാമത്തെ യൂണിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ പോകുന്നത് 3ാമത്തെ യൂണിറ്റ് സൈറ്റോളജി ആണല്ലോ, സെല്ലാണല്ലോ അല്ലേ. സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ്, ബയോമോളിക്യൂൾസ്, സെൽ ഡിവിഷൻ ആൻഡ് സെൽ സൈക്കിൾ. അതിൽ നമുക്കിപ്പോൾ പ്രത്യേകിച്ച് പറയാൻ NCERT-യിൽ നിന്ന് വ്യത്യസ്തമായിട്ടോ അങ്ങനെയുള്ള വലുതായിട്ടുള്ള കാര്യങ്ങളില്ല. ഇപ്പോൾ ബയോമോളിക്യൂൾസിൽ പുതിയ NCERT-യിൽ ചെറിയൊരു ടോപ്പിക്ക് ഡിലീറ്റഡ് ആണ് പുതിയ NCERT-യിൽ. അതിനെപ്പറ്റി ഇവിടെ ഒന്നും പറയുന്നുമില്ല. അപ്പോൾ അത് കാരണം നമ്മൾ ഇവിടെ സിലബസിൽ കൊടുത്തിരിക്കുന്നതും അതുപോലെ NCERT-യിൽ പറഞ്ഞിരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഫോളോ ചെയ്ത് പോകുക. അതിനകത്തിപ്പോൾ വലുതായിട്ട് വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കൺഫ്യൂഷനോ ഒന്നും വരേണ്ട ഒരു കാര്യങ്ങളും സെൽ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷനിലില്ല. ഓക്കെ, പിന്നെ വരുന്ന 4ാമത്തെ യൂണിറ്റ് +1 NCERT-യിലെ പ്ലാൻ ഫിസിയോളജി. അപ്പോൾ പ്ലാൻ ഫിസിയോളജിയിൽ ഓൾറെഡി 2 ചാപ്റ്ററുകൾ, പ്ലാൻ വാട്ടർ റിലേഷൻഷിപ്പ് അതുപോലെ തന്നെ മിനറൽ ന്യൂട്രീഷൻ, പ്ലാൻ വാട്ടർ റിലേഷൻസ് ആൻഡ് മിനറൽ ന്യൂട്രീഷൻ, ഈ 2 ചാപ്റ്റർ ഓൾറെഡി ഡിലീറ്റഡ് ആണ്. പക്ഷേ പ്ലാൻ വാട്ടർ റിലേഷനിലൊക്കെ പറയുന്ന ചില ഈ പ്ലാസ്മ മെംബ്രെയിൻ പെർമിയബിലിറ്റിയൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെയൊക്കെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ഈ പ്ലാൻ വാട്ടർ റിലേഷനിൽ ഉണ്ടായിരുന്ന ചില കാര്യങ്ങളൊക്കെ ഒന്ന് കണക്റ്റഡ് ആയിട്ടൊക്കെ പഠിപ്പിച്ച് തരാറുണ്ട്. അത് അങ്ങനെയൊക്കെ തന്നെ പഠിച്ചു പോവുക കേട്ടോ. കാരണം 2026 നീറ്റാണ്. നമുക്ക് എന്താ പറയുക, എപ്പോഴും നമ്മളൊരു ഹയർ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ പാറ്റേൺ രീതി തന്നെ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുക.
ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ എന്താ പറയുക എൻട്രൻസ് കോച്ചിങ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ക്ലാസ്സസ് തരുമ്പോൾ നല്ലോണം അറിയുന്ന ടീച്ചേഴ്സ് നിങ്ങൾക്ക് അങ്ങനെയുള്ള ക്ലാസ്സസ് തരുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ അതുപോലെ ഫോളോ ചെയ്ത് പോവുക കേട്ടോ. അവിടെ എങ്ങും നമ്മളെ ഒത്തിരി എക്സ്ട്രാ പഠിപ്പിച്ചു അല്ലെങ്കിൽ ഔട്ട് എക്സ്ട്രാ പഠിപ്പിക്കുന്നത് അങ്ങനെ വിചാരിക്കരുത്. കാരണം ടീച്ചേഴ്സിന് നന്നായിട്ട് അറിയാം, ഒരു എക്സ്പീരിയൻസ്ഡ് ടീച്ചറിന് നന്നായിട്ട് അറിയാം ഈ 2025 എക്സാം ഏതൊരു ലെവൽ വരെയാണ് പോയിരിക്കുന്നത്, 26 എങ്ങനെയായിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് അവർ പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ ഫോളോ ചെയ്യുക. ഓക്കെ. പ്ലാൻ ഫിസിയോളജിയിൽ പിന്നെ നമുക്ക് ഫോട്ടോസിന്തസിസ്, റെസ്പിറേഷൻ, അതുപോലെ പ്ലാൻ ഗ്രോത്ത് ആണ്. ഫോട്ടോസിന്തസിസിൽ ഒക്കെ NCERT എല്ലാ കാര്യങ്ങളും തന്നെ പഠിച്ചു പോവുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ വേണ്ടത്. പിന്നെ റെസ്പിറേഷനിലും അതെ NCERT എല്ലാ കാര്യങ്ങളും. പിന്നെ പ്ലാൻ ഗ്രോത്തിൽ ഓൾറെഡി വെർണലൈസേഷൻ, ഫോട്ടോ പീരിയോഡിക്സ് ഒക്കെ ഡിലീറ്റഡ് ആണ്. ജസ്റ്റ് ആ വേർഡ്സ് എങ്കിലും ഒന്ന് അറിയാം കേട്ടോ, എന്താണ് ആ വേർഡുകൾ. അതൊക്കെ ഡിലീറ്റഡ് ആണ്, നമുക്ക് പുതിയ NCERT ഇല്ല, സിലബസിലും അതൊന്നും പറയുന്നില്ല. എന്നിരുന്നാൽ പോലും നമ്മൾ ജസ്റ്റ് ഒന്ന് ആ വേർഡ്സ് ഒന്ന് എന്താണെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കുക, അല്ലാതെ അതിൻ്റെയൊക്കെ ഡെപ്തിൽ പോയിട്ട് ഒരുപാടൊന്നും പഠിക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ പ്ലാൻ ഫിസിയോളജി, പിന്നെ ഹ്യൂമൻ ഫിസിയോളജിയിലും വലിയ മാറ്റങ്ങളൊന്നുമില്ല. പുതിയ NCERT ഡൈജഷൻ ഇല്ല, ഡൈജഷൻ ചാപ്റ്റർ ഡിലീറ്റഡ് ആണ്. ഇവിടെയും അതെ, നിങ്ങൾക്ക് സിലബസിലും ഡൈജഷൻ ഇല്ല. പക്ഷെ ഡൈജഷനിലൊക്കെ പറയുന്ന ചില എൻസൈമുകൾ നമ്മൾ ബയോമോളിക്യൂൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ എൻസൈം പഠിക്കുമ്പോഴത്തേക്കും അവിടെ ഡീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ചിലപ്പോൾ ബയോമോളിക്യൂൾ പഠിപ്പിക്കുന്ന ഒരു ഫാക്കൽറ്റി ചിലപ്പോൾ എന്താണ് ഡൈജഷനുമായിട്ടൊക്കെ കണക്ട് ചെയ്തൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമായിരിക്കും. ഓക്കെ, അത് നമുക്ക് ബയോമോളിക്യൂൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് ആപ്ലിക്കേഷൻ ലെവലിൽ അറിയേണ്ട ചില കാര്യങ്ങളാണ്. അല്ലാതെ ഡൈജഷന് വലിയ പ്രോസസ്സും കാര്യങ്ങളൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ബാക്കി ചാപ്റ്റേഴ്സൊക്കെ അതുപോലെ നമുക്ക് NCERT അങ്ങനെ തന്നെ ഫോളോ ചെയ്ത് പോകാവുന്നതാണ്. പിന്നെ ഇവിടെ ഇമ്പോർട്ടൻറ്റ് ഡിസീസസ് ആൻഡ് ഡിസോർഡേഴ്സ് മെൻഷൻ അബൌവ് ടു ബി ഡെൽറ്റ് ഇൻ ബ്രീഫ് എന്നൊക്കെ പറയുമ്പോൾ ആ കൊടുത്തിരിക്കുന്ന NCERT കൊടുത്തിരിക്കുന്ന എല്ലാ ഡിസീസുകളെ പറ്റിയുള്ള സ്റ്റഡി നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ശരി. അടുത്തത് നമ്മൾ +2 യൂണിറ്റിലേക്ക് വരികയാണ്. +2 യൂണിറ്റ് റീപ്രൊഡക്ഷൻ. അപ്പോൾ ഓക്കെ 6 യൂണിറ്റ് റീപ്രൊഡക്ഷൻ. അവിടെയും ഓൾറെഡി ഒരു ചാപ്റ്റർ ഡിലീറ്റഡ് ആണ്, അതായത് റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ് എന്ന് പറയുന്നൊരു ചാപ്റ്റർ ഡിലീറ്റഡ് ആണ്. നമ്മുടെ NCERT ഇല്ല. പക്ഷേ അതിനകത്ത് പറഞ്ഞിരുന്ന കുറേ കോൺസെപ്റ്റുകൾ നമ്മുടെ യൂണിറ്റിനകത്ത് വരുന്ന ചാപ്റ്ററുകളിൽ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഡിലീറ്റഡ് ആണെങ്കിൽ നമ്മൾ മറ്റ് ചാപ്റ്ററുകളിൽ അതിനകത്തുള്ള കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് കേട്ടോ. സെക്ഷൽ റീപ്രൊഡക്ഷൻ, ഫ്ലവറിംഗ് പ്ലാന്റ്സ് NCERT പോലെ തന്നെ ഫോളോ ചെയ്യാം. ഹ്യൂമൻ റീപ്രൊഡക്ഷനും റീപ്രൊഡക്റ്റീവ് ഹെൽത്തും ഒക്കെ നമുക്ക് അതുപോലെ തന്നെ ഫോളോ ചെയ്യാവുന്നതാണ്. ഓക്കെ. അടുത്ത ജെനറ്റിക്സ് ആൻഡ് എവല്യൂഷൻ എന്ന് പറയുന്ന യൂണിറ്റ് വരുമ്പോഴും നമുക്ക് NCERT തന്നെയാണ്, അതുപോലെ തന്നെയാണ് പ്രോസ്പെക്ട് നമ്മുടെ സിലബസ്. എന്നിരുന്നാൽ പോലും ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ, ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ സെക്സ് ലിങ്ക്ഡ് ഇൻഹെറിറ്റൻസ് ഒക്കെ ഹീമോഫീലിയ, കളർ ബ്ലൈൻഡ്നസ് NCERT പഠിക്കാനുള്ളതാണ്. പക്ഷെ മെൻഡേലിയൻ ഡിസോർഡേഴ്സിൽ ഇവർ താലസീമിയ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ നമ്മുടെ NCERT വളരെ ഡീറ്റെയിൽ ആയിട്ട് സിക്കിൾ സെൽ അനീമിയ ഡയഗ്രം വരെ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സിസ്റ്റിക് ഫൈബ്രോസിസ് മെൻഷൻ ചെയ്യുന്നുണ്ട്, ഫിനൈൽ കീറ്റന്യൂറിയ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതൊന്നും ഇവിടെ കൊടുത്തിട്ടില്ല എന്ന് കരുതി നിങ്ങളത് സ്കിപ്പ് ചെയ്യരുത്. ഉറപ്പായിട്ട് NCERT അത്ര ഇമ്പോർട്ടൻസ് കൊടുത്താണ് സിക്കിൾ സെൽ അനീമിയൊക്കെ അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സിലബസിലില്ല എന്നും പറഞ്ഞ് നിങ്ങളത് കളയരുത്. നമ്മൾ ആ ചാപ്റ്റർ എന്തായാലും അതിൻ്റെ ഒരു ഓർഡറിൽ, ടെക്സ്റ്റിലെ ഓർഡറിൽ പഠിച്ചു വരുമ്പോൾ ആ 2 ഡിസീസ് മാത്രം ഒന്നും ഒഴിവാക്കി നിർത്തേണ്ട കാര്യമില്ല. ക്വസ്റ്റ്യൻ ഇടുന്ന ആൾക്കാരും അത് ഒഴിവാക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതും കൂടെയൊക്കെ ഒന്ന് പഠിച്ചേക്കുക കേട്ടോ. ഇനി മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസിലും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. NCERT പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ NCERT ഫോളോ ചെയ്യുക. എവല്യൂഷനും അതെ കേട്ടോ. എവല്യൂഷനും നമുക്ക് NCERT പോലെ തന്നെയാണ് സിലബസ് പോയിരിക്കുന്നത്. അപ്പോൾ അതും അങ്ങനെ തന്നെ പോവാം. പിന്നെ 8ാമത്തെ യൂണിറ്റ് ബയോളജി ആൻഡ് ഹ്യൂമൻ വെൽഫെയർ. അതിലൊരു ചാപ്റ്റർ ഓൾറെഡി ഡിലീറ്റഡ് ആണ്. സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസ്മെൻറ്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഓൾറെഡി ഡിലീറ്റഡ് ആണ്. പക്ഷേ അതിൻ്റെ അകത്ത് ഒരു ടിഷ്യൂ കൾച്ചർ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അതെടുത്ത് അവർ ബയോടെക്നോളജി 2nd ചാപ്റ്ററിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഹെൽത്ത് ആൻഡ് ഡിസീസ്, അതുപോലെ തന്നെ മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ. ഓക്കെ, അപ്പോൾ ഈ 2 ചാപ്റ്ററും NCERT അതേപോലെ തന്നെ നമുക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. ഓക്കെ. അടുത്തത് ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ. അതിൽ ബയോടെക്നോളജി ഫസ്റ്റ് ചാപ്റ്റർ NCERT പോലെ പോവാം. ബയോടെക്നോളജി, ആപ്ലിക്കേഷൻ ഓഫ് ബയോടെക്നോളജി, പല ഏരിയാസ് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഹെൽത്ത്, അഗ്രികൾച്ചർ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയിലാണ് അവരെന്ത് ആഡ് ചെയ്തിരിക്കുന്നത്, ടിഷ്യൂ കൾച്ചർ. അപ്പോൾ അത് ഉറപ്പായിട്ട് അത് വിട്ടു പോകരുത് കേട്ടോ, സ്കിപ്പായി പോകരുത്. തീർച്ചയായിട്ടും ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ബയോടെക് 2 തന്നെ പഠിക്കുക. അത് പുതിയ NCERT, പുതിയ എഡിഷൻ NCERT അത് അങ്ങനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. ഇനി അടുത്ത എക്കോളജി ആൻഡ് എൻവയോൺമെൻറ്റ് 10ാമത്തെ യൂണിറ്റ് നോക്കുക. അതിനകത്ത് ഓർഗാനിസം ആൻഡ് എൻവയോൺമെൻറ്റ്
ഓക്കെ. അപ്പോൾ അത് ആദ്യത്തെ ചാപ്റ്റർ. പിന്നെ ഇക്കോ സിസ്റ്റം, ബയോഡൈവേഴ്സിറ്റി ആൻഡ് ഇറ്റ്സ് കൺസർവേഷൻ. അപ്പോൾ അതിനകത്ത് ഈ പോപ്പുലേഷൻ ഇൻട്രാക്ഷനും അതുപോലെ തന്നെ പോപ്പുലേഷൻ ആട്രിബ്യൂട്ട്സും ഒക്കെയാണ് അവർ സിലബസിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ NCERT-യിൽ ഓക്കെ, മുന്നത്തെ NCERT-യിൽ ഈ പറയുന്ന ഓർഗാനിസം, അതിൻ്റെ നോൺ ലിവിങ് എൻവയോൺമെൻറ്റ്, ലിവിങ് എൻവയോൺമെൻറ്റ്, ഓർഗാനിസംസ് കാണിക്കുന്ന പലതരത്തിലുള്ള അഡാപ്റ്റേഷൻസ് ഒക്കെ കൊടുത്തിരുന്നു. പക്ഷെ അതിവിടെ ഇല്ല. ബട്ട് എൻ്റെ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഓർഗാനിസം ആൻഡ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നതുകൊണ്ട് തന്നെ ആ എൻവയോൺമെൻറ്റ് അവിടെ അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു ഓർഗാനിസത്തിൻ്റെ എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ നോൺ ലിവിങ്, ലിവിങ്, അവിടെ അതിനകത്തുള്ള ഫാക്ടേഴ്സ്, അതിൽ വരുന്ന ചേഞ്ചസ്, അപ്പോൾ അതൊന്ന് വായിച്ചു വയ്ക്കുന്നത് നല്ലതായിരിക്കും. അത് നമ്മൾ പഴയ NCERT-യിൽ നിന്ന് ആ ഒരു പോർഷൻസ് വായിച്ചു വയ്ക്കുന്നത് നല്ലതായിരിക്കും. എൻട്രൻസ് കോച്ചിങ് സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ എൻട്രൻസ് കോച്ചിങ് ക്ലാസ്സസിലൊക്കെ തന്നെ നമ്മളത് ബ്രീഫായിട്ടെങ്കിലും അതൊന്ന് പറഞ്ഞാൽ പോകുന്നത് കേട്ടോ. കാര്യം ഇവിടെ അവർ ഓർഗാനിസം ആൻഡ് എൻവയോൺമെൻറ്റ് എന്നൊരു ടേം അവിടെ അവർ യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ബാക്കിയൊക്കെ ടെക്സ്റ്റിലെ പോലെ തന്നെയാണ്. ഇക്കോസിസ്റ്റവും ഇക്കോസിസ്റ്റത്തിൽ മറ്റേ സസഷൻ, പ്ലാന്റ് സസഷനും അതുപോലെ ന്യൂട്രിയൻ സൈക്ലിങ്ങും ഡിലീറ്റഡ് ആണ്. ഇവിടെയും അത് പറയുന്നില്ല. പക്ഷെ എന്നിരുന്നാലും സസഷൻ എന്താണെന്നെങ്കിലും അറിയണം. കാരണം നമ്മൾ പ്ലാന്റ് കിങ്ഡം പഠിക്കുമ്പോഴത്തേക്കും മോസസ് പറയുമ്പോഴത്തേക്കും അവിടെ പ്ലാന്റ് സസഷൻ എന്നുള്ളൊരു ടേം അവിടെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് അവിടെ വെച്ച് തന്നെ നമ്മൾ പ്ലാന്റ് സസഷൻ എന്താണെന്നുള്ളത് അറിഞ്ഞിട്ട് വരുവാണ്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ന്യൂട്രിയൻ സൈക്ലിംഗ് നമ്മൾ ഡീകമ്പോസിഷനൊക്കെ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ന്യൂട്രിയൻ സൈക്ലിംഗ് പറയും. അപ്പോൾ അത് പൂർണ്ണമായിട്ട് അങ്ങോട്ട് നമ്മൾ പഠിക്കുമ്പോൾ അത് പൂർണ്ണമായിട്ട് എടുത്ത് മാറ്റിക്കളയേണ്ട കാര്യമില്ല. ജസ്റ്റ് ബ്രീഫായിട്ടെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. പിന്നെ ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ NCERT പോലെ തന്നെ ഫോളോ ചെയ്യാൻ പറ്റുന്നൊരു ചാപ്റ്ററാണ്. പിന്നെ ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നത് എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ്, അത് പൂർണ്ണമായിട്ട് ഡിലീറ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഒരു ഇഷ്യൂ അല്ല. അത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ NCERT നോക്കി വായിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ സിലബസ് ഇതാണ്. അപ്പോൾ നമ്മൾ സിലബസിൽ പറയാത്ത ചില കാര്യങ്ങൾ നമുക്ക് ഡീൽ ചെയ്യേണ്ടതായിട്ട് വരും. അത് NCERT-യിലുണ്ട്. NCERT-യിൽ ഇല്ലാത്ത ചില കാര്യങ്ങൾ സിലബസിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വെച്ച് ചിലപ്പോൾ ചില കാര്യങ്ങൾക്ക് പഴയ NCERT-യും കൂടെ വേണ്ടി വരും. ഈ പഴയ NCERT എന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുന്നേ ഉള്ള NCERT അല്ല ഉദ്ദേശിക്കുന്നത്. 2-3 വർഷം മുന്നേ ഈ ചാപ്റ്ററൊക്കെ ഡിലീറ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഉള്ള NCERT ഉണ്ടല്ലോ, അതും കൂടെ ചിലപ്പോൾ നമ്മൾ കൂടെ വെച്ച് വായിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. വേറൊന്നിനുമല്ല, നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാ ഈ നീറ്റ് ആസ്പയറൻ, അതായത് ജീവിതത്തിൽ ഡോക്ടർ ആകണം എന്നൊക്കെ അത്യധികം മോഹമുള്ള, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് സ്കൂളുകളിൽ പഠിക്കണം, മെഡിക്കൽ കോളേജുകളിൽ പഠിക്കണം, ഡൽഹി എയിംസ് അല്ലെ ജിപ്മർ അങ്ങനെയൊക്കെയുള്ള സ്വപ്നം കാണുന്ന കുട്ടികളുണ്ടല്ലോ, അവർക്കൊരു തരത്തിലും റിസ്ക് എടുക്കാൻ പാടില്ല. അപ്പോൾ എങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും അല്ലെങ്കിൽ എന്ത് തന്നെ കോൺസെപ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റണം. പ്രത്യേകിച്ച് ബയോളജിക്ക് ഫുൾ മാർക്കാണ് നമ്മുടെ എയിം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആൾക്കാർ ഉറപ്പായിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ബയോളജി സിലബസ് അല്ലെങ്കിൽ ബയോളജി ഒരു സബ്ജക്റ്റിനെ ഹാൻഡിൽ ചെയ്യുക. ഓക്കെ. അപ്പോൾ മറ്റ് സബ്ജക്റ്റുകളുടെ സിലബസ് ഡിസ്കഷനുമായിട്ട് നിങ്ങളുടെ ഫാക്കൽറ്റി മെമ്പേഴ്സ് വരുന്നതായിരിക്കും. അപ്പോൾ കാണാം. നമുക്ക് വേറൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം. ബൈ.